ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സിഹർ ചെയ്യുക. സിഹർ എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഖാല മൂസാ മാ ജിതും ബിഹി സിഹർ ഇന്നല്ലാഹ സയ്യുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമല മുഫ്സിദീൻ. സിഹർ ചെയ്യൽ മഹാപാതകമാ. നിന്റെ എതിരാളിയുടെ കച്ചവടം തകരാനോ അവന് ആപത്തുകൾ വരാനോ ഏതെങ്കിലും ആളുകളെയോ മൂറ്റുകളെയോ സ്വാധീനിച്ചിട്ട് സിഹർ ചെയ്താൽ വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, അല്ലാഹു പൊറുക്കുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. സിഹർ ചെയ്യൽ 7 വൻപാതകങ്ങളിലെ രണ്ടാമത്തെ കൊടുംപാതകമായി. ശിർക്ക് കഴിഞ്ഞാൽ ബുഖാരിയുടെ ഹദീസിലെ രണ്ടാമത്തെ പാതകം അത് സിഹർ ചെയ്യലാണ്. എത്ര ആളുകളാണ് സിഹർ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവർ അല്ലാഹുവിലും അന്ത്യദിനത്തിനും വിശ്വാസമുള്ള പടച്ചറബിനെ പേടിയുള്ള ആലിമീങ്ങളോ ആത്മീയ ചികിത്സകരോ അത് ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ പണത്തിന്റെ കൊതി കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവൻ യഥാർത്ഥ ചികിത്സകനല്ല. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചില ചാത്തൻ സേവകളും ചില മൂത്തി സേവകളുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അയൽവക്കക്കാരനെയും ബന്ധുക്കളെയും തറപറ്റിക്കാൻ ചെയ്യുന്നവരുണ്ട്. നീ ജീവിതത്തിൽ ഗതി പിടിക്കില്ല. ചെയ്യപ്പെടുന്നവനല്ല, ചെയ്യുന്നവന് ജീവിതത്തിൽ ഗതി പിടിക്കുകയില്ലെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും